അറിയോ? അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിന്റെ കാര്യം the dialectical and structural relationship between man and machine. 22. ഇത് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? അത് മറ്റേത് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്, ഈ പ്രോബബിലിറ്റീസ് പോസിബിലിറ്റീസ് ഇൻ എ മാട്രിക്സ് എന്നും പറഞ്ഞ ദിസ് റിലേഷൻ ഇല്ലാത്ത അത് സ്ട്രക്ചറൽ റിലേഷൻ ഇൻ സ്ട്രക്ചറൽ മാട്രിക്സിലായിരുന്നു. അതും ഒരു മീറ്റ് ഇൻ ദ മാട്രിക്സ് ഓഫ് റിലേഷൻ റിലേറ്റഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് എന്താണ്? മാൻ ആൻഡ് മെഷീൻ there is a structural relationship here. There also there was a structural relationship between possibilities and probabilities. അല്ലേ? ഹൊറിസോണ്ടലും വെർട്ടിക്കലും മീറ്റ് ചെയ്തു. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഓൾ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് നേച്ചർ ആയിരുന്നു. ഇവിടെ ഇറ്റ് ഈസ് ബിറ്റ്വീൻ മാൻ ആൻഡ് മെഷീൻ. അപ്പോൾ അങ്ങനെ വരുമ്പം അവിടെയും ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്. പക്ഷെ and not only that, there's a dialectical relationship also. രണ്ടുമുണ്ട്, structural relationship and dialectical relationship between man and machine. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ മെഷീൻ ഏത് പാർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഹോറിസോണ്ടൽ പാർട്ടാണോ? മാൻ ആൻഡ് മെഷീൻ ഏത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഹോറിസോണ്ടൽ പാർട്ടിലാണ് ഇവർ ഈ പറയുന്ന മെഷീന്റെ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ, റൂട്ടീൻ തിങ്കിങ്, അതെ, സാമ്പിളിങ്സും അതേ കണക്ക് വരുന്ന. അത് അദ്ദേഹം അതിൻ്റെ അകത്തൊരു 2 എക്സാമ്പിൾസ് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ തിങ്കിങ് വെദർ, പക്ഷെ അത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ നമുക്ക് ശരിക്കും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് എത്രമാത്രം. അത് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യമൊക്കെ ശരിക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുമുണ്ട്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, ഒരു ഐഡിയ കിട്ടിയാൽ വുഡ് ബി വെരി ഹെൽപ്ഫുൾ. ദാറ്റ് വി വിൽ ഗോയിങ് ടു ലേറ്റർ. ബട്ട് ആസ് എ preliminary part of this, ഒരു കാര്യം, whatever be it, that is inputs എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഈ മെഷീനകത്ത് ഏതോ ഒരു ഇൻപുട്ട് ഇട്ടിട്ടല്ലേ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോ അങ്ങനെ വരുമ്പം അവന്റെ ഏത് തരം തോട്ട്സ് ആയിരിക്കണം, തീർച്ചയായിട്ടും ആ മെഷീൻ നല്ല ചിലർ വിചാരിക്കും മെഷീനെ കാണുമ്പോൾ ഇത് നമ്മളെക്കാട്ടും നല്ല സ്മാർട്ട് ആണല്ലോ എന്ന്. പക്ഷെ അതിന്റെ പിന്നാലെ ആര് വർക്ക് ചെയ്തു? മാൻകൈൻഡ് ഹിംസെൽഫ്, സം ഓഫ് ദ ബെസ്റ്റ് ബ്രെയിൻസ് ആർ വർക്ക് ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പം അതാണ് ആ ക്ലാസിഫിക്കേഷൻ ഓഫ് തോട്ട്സ്. പിന്നെ മനുഷ്യർക്ക് 2 തരത്തിലുള്ള ചിന്തകളുണ്ട്. സ്പെക്കുലേഷൻസ് 2 രീതിയിലുണ്ട്. അതാണ് ഒരു ഇന്റലക്റ്റും ആയിട്ട് വരുന്നതും പിന്നെ റൂട്ടീനായിട്ട് നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങും പിന്നെ മറ്റേത് റൂട്ടീൻ തിങ്കിങ്ങും. ഇപ്പൊ നമ്മൾ അന്ന് പറഞ്ഞില്ലേ, സ്പെക്കുലേഷൻ ചെയ്യുമ്പം വെറുതെ പ്ലഷറിന് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് പോലെ റൂട്ടീൻ തിങ്കിങ്, അതായത് പ്രൊസൈക്ക് ആയിട്ട് സാധാരണ കാര്യത്തിന് വേണ്ടിയുള്ള ചിന്ത. പക്ഷേ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ നമ്മുടെ ജിഡ്ഡു അദ്ദേഹം പറയുമല്ലോ, ജിഡ്ഡു സേസ് ദാറ്റ് ഇഫ് ദ മൈൻഡ് ഇസ് സൈലന്റ് അലോൺ ക്യാൻ ക്രിയേറ്റിവിറ്റി അറൈസ് എന്ന്. ചില ജിഡ്ഡുവിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ വായിക്കുമ്പം ജിഡ്ഡു കൃഷ്ണമൂർത്തി ദ ഫിലോസഫർ, മോസ്റ്റ് റിവേർഡ് ഫിലോസഫർ പറയുന്നത് പോലെ മൈൻഡ് സൈലന്റ് ആകുമ്പോൾ, ഗന്ധങ്ങൾക്ക് അതീതമാകുമ്പോൾ, സൈലന്റ് ആകുമ്പോൾ, when it is almost resonating with that consciousness and it is in that absolute or that normative absolute field വരുമ്പം അപ്പോൾ ഉണ്ടാവുന്ന ഒരു creation ഉണ്ട്, creativity, not creation of word. Actually speaking, it is not even of words or making beautiful poems or such things. അല്ലാതെ ഒരു മച്ച് ഹയർ ആയിട്ടുള്ള ഒരു ലെവൽ, ഒരു ക്രിയേറ്റീവ് മൈൻഡ് അവിടെ ക്രിയേഷൻസ് സാധിക്കുന്ന ഒരു ആ മേഖല, ആ ഫാക്കൽറ്റി അവിടെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ
ആ ഹൈ ലെവലിലുള്ള ആ തിങ്കിങ്ങിൽ നിന്നാണ് ഇങ്ങനെ പറഞ്ഞ പോലെ നോർമേറ്റീവ് ഫീൽഡിൽ നിന്നുകൊണ്ട് ഉണ്ടാകുന്ന ആ ചിന്തകൾ വെച്ചിട്ടാണ്, ആ ക്രിയേറ്റീവ് തിങ്കിങ് വഴിയാണ് ഈ മെഷീൻസിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാൻ ആൻഡ് മെഷീൻ, അപ്പൊ മാൻ ഇൻപുട്ട് ഇട്ട് കൊടുക്കും, മെഷീൻ ഔട്ട്പുട്ട് കൊടുക്കും. അപ്പൊ സംവാട്ട് ലൈക്ക് എ ഡയലക്ടിക്കൽ റിലേഷൻഷിപ്പ് ഇല്ലേ ഇവരെ തമ്മിൽ, മാൻ ആൻഡ് മെഷീൻ തമ്മിൽ ഇല്ലേ? അതെ, രണ്ട് ധ്രുവങ്ങളിലാണ്. ഒന്ന് ഒരു ഓട്ടോമേഷൻ കണക്ക് പോവുകയാണ്, മറ്റേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് വരുവാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ, അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ടീച്ചിങ് മെഷീൻസ് ആണ് ബ്ലാക്ക് ബോക്സ് എന്ന്. അപ്പൊ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന കാര്യം അവര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കിയപ്പം ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇൻ സയൻസ്, കമ്പ്യൂട്ടിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ്, മൂന്നിലും a black box is a system which can be viewed in terms of inputs and outputs or transfer characteristics without any knowledge of its internal working. Its implementation is opaque. അതായത് ആ ബ്ലാക്ക് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ്, നമുക്കത് കാണാൻ പറ്റത്തില്ല അകത്തെ, അത് ഇംപ്ലിമെന്റേഷൻ നമുക്കറിയില്ല. The term can be used to refer many inner workings such as those of transistor, an engine, an algorithm, the human brain, or an institution or government. Appo living it can be a live one, the human brain, or an institution or a government, or it could be also some machines. Appo a transistor, engine, and then in this algorithm എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലൊക്കെ വരുന്നതായിരിക്കും ഈ അല്ലേ, അതിലൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം these are all considered to be the black box. അപ്പോൾ ഇതൊക്കെയാണ് ഈ സംഗതികളൊക്കെയാണ് ടീച്ചിങ് മെഷീൻസ്. കാരണം നമുക്ക് ഈ മാത്സും പിന്നെ ട്രാൻസിസ്റ്റർ വഴി കിട്ടുന്ന റിലേസ്, ഓർ if you see the computer and all that, ഇതൊക്കെ ടീച്ചിങ് മെഷീൻസ് അല്ലേ. അപ്പോൾ പിന്നെ they have a complex and subtle electronic mechanism at the basis as the basis of the choice between, ഇതും നമ്മൾ കേട്ടിട്ടുണ്ട്, contingent and necessary elements of information. ഇതിനു മുമ്പേയും നമ്മൾ ഈ contingent and necessary എന്നുള്ള ടേം ഇവിടെയും വന്നിട്ടുണ്ട്. necessary aspects meet the contingent aspect, we have the zero zone of indetermination. ഓർക്കുന്നുണ്ടോ? At its antipode we can imagine a corresponding alpha point, vertical ആയിട്ടുള്ളതിന്റെ താഴെ alpha point ഉണ്ട്. In the intermediate zone where the necessary aspects meet the contingent aspect, probableum മറ്റേ possibilitiesum meet ചെയ്യുന്ന സ്ഥലത്ത് we have the zero zone of indeterminism. അതേ സംഗതി ഇവിടെയും പറയുന്നത്, അത് തന്നെ ഇവിടെയും പറയുന്നുണ്ട്. നമ്മൾ ഈ ബ്ലാക്ക് ബോക്സിനകത്ത് ഈ ഇലക്ട്രോണിക് മെക്കാനിസം വഴി the choice between contingent and necessary elements of information. അപ്പോൾ കണ്ടിൻജന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ എന്താ പറയുക, പ്രോബബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണോ? നെസസറി എന്ന് പറയുമ്പോൾ മറ്റേ ഒരു വെർട്ടിക്കൽ സോണിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആണോ? ആർ ഫെഡ് ഇൻ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ആ ആബ്സലൂട്ട് ലെവലിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ആ അറിവ് വെച്ച് മറ്റേതും വെച്ച് ഫീഡ് ചെയ്ത് നെസസറി ഇൻപുട്ട്സ്, ഡേറ്റ ഇൻപുട്ട്, മനസ്സിലായി? മറ്റേ ഡേറ്റ നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്നതിന്റെ ആ ഡേറ്റ ഇൻപുട്ടും മറ്റേ ഹയർ ലെവൽ ചിന്തിക്കുന്ന ആ ഹയർ തോട്ട്സും വെച്ച് രണ്ട് ഇൻപുട്ട്സും കൊടുക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത്. ആൻഡ് ദീസ് ഓൾസോ അതുപോലെ തന്നെ ഓർക്കുന്നുണ്ട്, പറഞ്ഞില്ലേ ബെർഗ്സൺ പറഞ്ഞില്ലേ ദാറ്റ് ഹോറിസോണ്ടൽ ആണ് അവര്. എന്താണ് ബെർഗ്സൺ പറയുന്നത്? സയന്റിഫിക് ആയിട്ടുള്ള മോഡേൺ തിങ്കേഴ്സ് അവര് ഇഫ് ഇറ്റ്സ് ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ തലത്തിൽ നിന്നുകൊണ്ട് അവര് എന്താണ് ആ ഹോറിസോണ്ടൽ ലെവലിൽ നിന്ന് പോയിട്ട് ദേ വിൽ വാട്ട്സ് എ മൂവ് അസെൻഡിങ് ഓർഡറിൽ പോയിട്ട്, നോട്ട് ഡിസെൻഡിങ് ഫ്രം ദ ഹയർ ക്ലാസിക്കൽ കൺസെപ്റ്റിൽ നിന്നല്ല,
ഈ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് പ്രോബബിലിറ്റീസിൽ നിന്ന് അവരെ അസെൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു, ദേ വിൽ ഗോ ടു ദാറ്റ് ഹയർ ലെവലിൽ പോയിട്ട് Bergson followed the method of ascending speculation rather than deriving the birth of general ideas as descending from high divine source, as has been the usual in earlier philosophical tradition. അപ്പോൾ ബർഗ്സന്റെ മെത്തേഡ് എങ്ങനെയായിരുന്നു? കീപ്പിംഗ് വിത്ത് more scientific way of thought wherein the metaphysics is treated as a natural prolongation of physics. അപ്പോൾ അതുപോലെ അത് ചെയ്യാൻ നമ്മൾ എന്തോ ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഫോർവേഡ് ആൻഡ് മൂവ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് അങ്ങനെ മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അസെൻഡ് ചെയ്യണം, ഡിസെൻഡ് ചെയ്യണം, ആ രീതിയിൽ പോലെ മൂവ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഓൺ എ സ്ട്രക്ചറൽ ഫീൽഡ്, അതായത് ഹോറിസോണ്ടൽ ഫീൽഡിൽ നിന്ന് ഹോറിസോണ്ടൽ ലൈനിൽ നിന്ന് ആ വെർട്ടിക്കൽ ലൈനിലോട്ട്. അപ്പൊ മാൻ ആൻഡ് മെഷീൻ ഹൊറിസോണ്ടൽ ലൈനിലാണെങ്കിൽ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് അങ്ങോട്ട് പോകണം, അസെൻഡ് ചെയ്ത് പോകണം, അങ്ങനെ പോകണം. പറയുന്നത് ഇത് പറയുന്നതെന്ന് വെച്ചാൽ അതിനെക്കാട്ടി ഉപരി അതില് ആ പറയുന്ന തിങ്കിങ്ങും വെർട്ടിക്കലും ഹൊറിസോണ്ടൽ തിങ്കിങ് പറയുന്ന ഇപ്പം ആ പെർട്ടിക്കൽ ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന ആ പ്യുവർ ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളത്. അതായത് ആ ഇൻഫിനിറ്റ് പോസിബിലിറ്റി ഉള്ളത് അതിലാണ്. ഇൻഫിനിറ്റ് ഈ പറയുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ നോർമൽ റൂട്ടീനിൽ നിന്ന് അതിൽ നിന്നുള്ള വേർതിരിച്ചെടുക്കുന്ന കാമ്പാണ് എന്താണ് ആ പ്യുവർ തിങ്കിങ് ഇത് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ അതാണല്ലോ നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പം അതേ കണക്ക് തന്നെ ഈ മെഷീനും മാനും തമ്മിലുള്ള വ്യത്യാസം, മാൻ എന്ന് വെച്ചാൽ അതാണ് നമ്മൾ ആ രണ്ട് തിങ്കിങ് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തത്. ആ പറയുന്ന ക്രിയേറ്റീവ് തിങ്കിങ് അതല്ലെങ്കിൽ അവിടെയാണ് നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇപ്പൊ ഒരു കവിയുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയാലും സയന്റിസ്റ്റിന്റെ ക്രിയേറ്റിവിറ്റി ആയാലും, അതായത് ഇപ്പം നമ്മള് ഈ ആ ക്രിയേറ്റിവിറ്റി തന്നെ നമ്മള് ഈ ഇപ്പൊ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ നമ്മൾ പറയുമ്പോൾ ഈവൻ ഒരു ചക്ര ആക്ടിവേഷൻ തന്നെ മെറ്റാഫിസിക്കൽ പ്ലെയിനിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് പറയുന്നുണ്ട്, ഹൗ ഇറ്റ് ടേക്ക് പ്ലേസ്. അപ്പം അത് എന്താണ്? അപ്പൊ ആക്ച്വലി ഈ പറയുന്ന ആ ക്രിയേറ്റീവ് സ്ഫിയർ അതാണ് മേക്സ് യുണീക്നെസ് of a human this dimension from the mechanical or automatic dimension ഇതിലേക്ക് വരുന്നത്. അപ്പം എത്രമാത്രം ഇൻഫിനിറ്റ് ആയിട്ട് ഇപ്പൊ ഒരു ബ്ലാക്ക് ബോക്സിനായാലും ഇതിന് നമുക്ക് ഡേറ്റ നമുക്ക് കൊടുക്കാം, അലോഗറിതംസ് അതിന് കൊടുക്കാം, ആ പ്രോഗ്രാം കൊടുത്തതനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം, ഇത് അതിന് തരാൻ പറ്റും. പക്ഷെ എങ്ങനെ നമുക്ക് ആ അലോഗറിതം ഇപ്പം നമുക്കത് കൊടുക്കാൻ പറ്റും? അത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അന്നത്തെ ഉള്ള ഒരു ഇതിലേക്കാണ്. ഇനി പുതിയ നേരത്തെ പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് വരാം, കാരണം അതിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം ആ ചർച്ചയിലേക്ക് എത്രമാത്രം ഇന്നത്തെ പുതിയ സ്ഫിയറിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. എങ്കിൽ തന്നെ പറയുമ്പം അത് നമുക്ക് പ്രോഗ്രാംഡ് ആണ്. ആ പ്രോഗ്രാമിന്റെ അനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അതനുസരിച്ച് നമ്മൾ ഡേറ്റ കൊടുക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രോഗ്രാമിംഗ് അനുസരിച്ച് അത് ഔട്ട്പുട്ട് തരുന്നു. അപ്പം പക്ഷേ ദാറ്റ് പ്രോഗ്രാമിംഗ് ഇസ് ഡൺ ബൈ ദ ആ ഇന്നോവേറ്റീവ് തിങ്കിങ് ഉള്ള ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആണ്. ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ഇറ്റ് ഫ്രം ദ ഈ മെഷീൻ, ഈ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് മോർ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. ഈ കോൺസെപ്റ്റ് തന്നെയാണ് അദ്ദേഹം പിന്നെ ഈ പറയുന്നത് ഡെസ്ക്രാറ്റസ് മുമ്പേ പറഞ്ഞിട്ടുള്ള. അതുവരെ നമ്മൾ പറയാവോ? അതുവരെ അവിടെ പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്. ഇപ്പൊ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പിന്നെ ഇതിനകത്ത് ആ ഇൻഫർമേഷൻ അത് നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോഴും ഈ പഠിക്കുന്നവന് ഈ റെസ്പോണ്ട് ചെയ്ത് ഇത് പഠിക്കുന്ന ഒരാളുണ്ടല്ലോ, ഇത് ഉപയോഗിക്കുന്നതിന് അതും
അങ്ങനെ തന്നെ ആ മെഷീനകത്തുനിന്ന് വരുന്നത് അത് ഡേറ്റ കിട്ടിയാൽ അത് മനസ്സിലാക്കി കുറച്ചുകൂടെ ആ ഹയർ ലെവലിൽ പോയി അത് എടുക്കണം. അപ്പം ആരാണോ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾ ഈ ബോക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ ആ ഔട്ട്പുട്ട് വരുമ്പോഴും മറുവശത്ത് നിൽക്കുന്ന പഠിക്കുന്നവനും എന്തോ ചെയ്യണം, അവനും ആ ഹൈ ലെവലിൽ പോയാലേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ടൊരു കാര്യം ഇല്ലേ, ചിന്തിച്ചു നോക്കിയാല്. ബിക്കോസ് ഹി ഓൾസോ ഹാസ് ടു റെസ്പോണ്ട് ഇൻ എ വെരി സട്ടിൽ മാനർ to the the backward and forward on a structural field of possibilities and probabilities which takes place in this black box. They are able to respond in a very subtle manner to the reactions coming from the person who is being taught. His hesitation and even his inhibition causing delays in the process of learning are recorded and remembered by virtue of the working of the black box. നമ്മളോട് അവിടെ ഇരുന്ന് ഈ ഓരോ നമ്മുടെ മെഷീൻ തന്നെ, നമ്മുടെ ഈ മൊബൈലിലായാലും മറ്റേ എന്താണ് പറയുക കാൽക്കുലേറ്ററിലായാലും കമ്പ്യൂട്ടറിലായാലും ഒരു സെന്റൻസ് ആണ്, between the mechanical consideration which are automatic to a high degree and the possibilities of bridging the gap at every moment, there is a control mechanism corresponding to the intermediate factor of intelligence. Thus, there are here some common or structural elements belonging both to the man and the machine in cybernetics. This is what we are more directly വളരെ സബ്റ്റിൽ പോയിന്റ് ആണ്. ആ മെഷീനും മാനും തമ്മിൽ അവിടെ ആ മെഷീനിലും ആ ഇന്റലിജൻസ് കോൺസെപ്റ്റ് കൊണ്ടുവരുവാണ് അല്ലെ. ബിറ്റ്വീൻ ദ മെക്കാനിക്കൽ കൺസിഡറേഷൻ ഓട്ടോമാറ്റിക് ടു എ ഹൈ ഡിഗ്രി ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ബ്രിഡ്ജിംഗ് ദ ഗ്യാപ്പ് അറ്റ് എവറി മൊമെന്റ്, there is a control mechanism corresponding to the intermediate factor of intelligence. കാരണം ഈ ബ്ലാക്ക് ബോക്സിൽ തന്നെ നമ്മൾ തന്നത് ഈ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ആ ഇൻപുട്ട് കൊടുക്കുന്നത് അനുസരിച്ച് തന്നെ അത് പെർസീവ് ചെയ്ത് അതിനൊരു അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അത് തന്നെയാണ് ആ ഇൻപുട്ട് കൊടുക്കുന്നത്. ഏത് ലെവലിൽ നിന്നാണ് ഇൻപുട്ട് കൊടുക്കുന്നത്? കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിൽ നിന്നാണ് ഇൻപുട്ട് കൊടുക്കുന്നത് ഇല്ലേ? തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ലെവലല്ലേ. അപ്പോൾ ഒരു ഹൈ ലെവലിൽ നിന്ന് ആ ഇൻപുട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ട് കൊടുക്കുമ്പം ദാറ്റ് വിൽ ബി സംവാട്ട് ലൈക്ക് ദാറ്റ്, എന്താണ് ആ വെർട്ടിക്കൽ പ്ലെയിനിൽ പോലെ ഉള്ളത് പോലെ ആയിരിക്കും. അപ്പോൾ ആ ഇത് അതനുസരിച്ച് ആ കൊടുക്കുന്നതും പിന്നെ അവിടെ പോസിബിലിറ്റീസ് വരും, പ്രോബബിലിറ്റീസ് വരും. ആ കൊടുക്കുന്ന ഡേറ്റ പ്രകാരം പല പ്രോബബിലിറ്റീസ് വരാം. അപ്പോൾ അവിടെ ഈ രണ്ട് ഫാക്ടറും അവിടെ വരുന്നുണ്ട്. പ്രോബബിലിറ്റീസും വരും, ഈ ഇൻപുട്ടില് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇത് രണ്ടും ഇന്റലിജൻസ് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റലിജൻസ് പറയാൻ പറ്റത്തില്ല. കാരണം ഈ മനുഷ്യന്റെ തന്നെ ഇതിനകത്ത് ചിപ്പ് വഴിയാണ് ചിപ്സ്, ഐ തിങ്ക് സോ, അവര് ഇങ്ങനെ കോഡഡ് ലാംഗ്വേജിൽ കൊടുക്കുമ്പം പിന്നെ ആ ഇന്റലിജൻസ് മനുഷ്യന്റെ ഉള്ളത് തന്നെ അല്ലേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഫീസ് ചിലതുണ്ടല്ലോ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ, അങ്ങനെ ഉണ്ടല്ലോ ഡിഫോൾട്ട് കമ്പൽസറി ആയിട്ട് ചിലത് ചെയ്യണം, അല്ലാത്തത് അങ്ങനെയൊക്കെ നമുക്കൊരു ഓപ്ഷനൊക്കെ തരുമല്ലോ, ടോഗ്ലിംഗ് അങ്ങനെയൊക്കെ. അപ്പൊ പല പ്രോബബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ മെഷീൻ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത് അതുപോലെ അത് ഔട്ട്പുട്ട് തരുമ്പോഴും ഈ ലേണറും എന്തോ പഠിക്കണം, ആ പ്രോബബിലിറ്റീസും പഠിക്കണം. ആ പ്രോബബിലിറ്റീസിന് അപ്പുറം പോകാൻ അവനൊരു ഹയർ ലെവലിൽ ചിന്തിക്കുകയും വേണം. അപ്പൊ മെഷീനും ഈ മനുഷ്യന്റെയും ഈ കോമൺ ആയിട്ടുള്ള ഈ ഇന്റലിജൻസ് ഫാക്ടർ കാണും, യാതൊരു സംശയമില്ല കാണും. അത് നമുക്ക് തന്നെ ഒന്ന് ആലോചിക്കുമ്പം there is a mutual exchange of information entering and leaving the machine and circulating in a sort of double vectorial or projective space. വെക്ടർ എന്ന് പറയുമ്പോൾ സ്പേസും ഡയറക്ഷനും ഉണ്ട്. അതിന് പുറത്തോട്ട് പോകുന്നതും
പിന്നെ അകത്തോട്ട് വരുന്നതും ആ ഒരു രീതിയിൽ, അകത്തോട്ട് വിടുന്നതും പിന്നെ പുറത്തോട്ട് പോകുന്നതും ആ രീതിയിൽ. ബിറ്റ്വീൻ ദ മെക്കാനിക്കൽ കൺസിഡറേഷൻ വിച്ച് ആർ ഓട്ടോമാറ്റിക് ടു എ ഹൈ ഡിഗ്രി and the possibilities of bridging the gap at every moment, there is a control mechanism corresponding to the intermediate factor of intelligence. അപ്പോൾ അതുണ്ട്, അത് ഈ മെഷീനകത്തും ഉണ്ട്, ഈ പഠിക്കുന്നവനും ഉണ്ട്, മറ്റേ ഈ ഫീഡ് ചെയ്യുന്ന ആളിൽ അത് വളരെ കൂടുതലുമായിരിക്കും. Thus there are here some common structural elements belonging both to the man and to the machine in cybernetics. അതായത് മനുഷ്യനും പിന്നെ മെഷീനും ഇന്ററാക്ട് ചെയ്യുന്ന ഈ മേഖലയിൽ സൈബർനെറ്റിക്സിൽ രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഇതിനകത്ത് ഉണ്ട്. ആ ഇന്റലിജൻസ് ഫാക്ടറും ഉണ്ട്, പ്രോബബിലിറ്റീസും പോസിബിലിറ്റീസും ഉണ്ട്. ആൻഡ് ദേ ആർ ഇൻ ദറ്റ് ഓപ്പോസിറ്റ്, പിന്നെ അവരുടെ ആ വേ ഓഫ് ഫങ്ഷനിങ്, വൺ ഇസ് ഫീഡിങ് ഇൻ, ദ അതർ ഇസ് ഗോയിങ് ഔട്ട്. ദിസ് ഇസ് വാട്ട് we are more directly interested in than in deciding whether cybernetics is or is not a wonder in itself. അതിനെക്കാട്ടില് ഇതാണ് നമുക്ക് സൈബർനെറ്റിക്സിന്റെ ഒരു what we are interested in. അതായത് അതിനകത്തെ ആ ഇന്റലിജൻസിന്റെ ഒരു ആ ഇന്റർമീഡിയറ്റ് ഫാക്ടർ അവിടെ ഉള്ളത്, അത് ലേർണറിലും the one who designs ഇറ്റും ആ രണ്ട് എലമെന്റും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ബിറ്റ്വീൻ ദ ഹോറിസോണ്ടൽ വേൾഡ് ഓഫ് ദ മെഷീൻസ് ആൻഡ് ദ എലമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലക്ഷൻ, അതാണ് കണ്ടോ, ദ ഹോറിസോണ്ടൽ വേൾഡ് ഓഫ് മെഷീൻസ് ആൻഡ് ദ എലമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലക്ഷൻ which is as it were implied, there runs a vertical correlating principle which can be called a ലോജിക്കൽ പാരാമീറ്റർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സീറോ സോൺ. അതായത് ഇതിലാണ് എന്താ നമ്മൾക്ക് നടക്കുന്നത്, ഈ പറയുന്ന ഈ ഹൊറിസോണ്ടൽ വേൾഡ് ഓഫ് ദ മെഷീൻസ്, ഈ പറയുന്ന എലമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ്, അത് ഈ പറയുന്നതാണ് ആ വെർട്ടിക്കൽ പ്ലെയിൻ. അത് നമുക്ക് പിന്നെ നമുക്ക് പറയാൻ മനസ്സിലാക്കും, കാരണം ആ തെർമോഡൈനാമിക്സ് താഴെ വരുന്നുണ്ട്. വെർട്ടിക്കൽ കോറിലേറ്റിംഗ് പ്രിൻസിപ്പിൾ, ആ കോറിലേറ്റിംഗ് പ്രിൻസിപ്പിൾ ആണ് ലോജിക്കൽ പാരാമീറ്റർ. ഇത് രണ്ടും കൂടി ആ മിങ്കിള് ആ ഇന്റലിജൻസും ഈ പറയുന്ന പ്രോബബിലിറ്റീസും വന്ന് മെർജ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഈ ലോജിക്കൽ പാരാമീറ്റർ. ഈ ലോജിക്കൽ പാരാമീറ്റർ എന്ന് പറയുന്നത് തന്നെയാണ് തെർമോഡൈനാമിക്സില് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു wherein these two mix together. ഒരു നോർമേറ്റീവ് പോസിബിലിറ്റി നമ്മൾ പറഞ്ഞല്ലോ, അത് തന്നെയാണ്. അപ്പം ഈ തെർമോഡൈനാമിക്സിലും സൈബർനെറ്റിക്സിലും ഈ ഒരു പോയിന്റ് ഉണ്ട്. ഇതൊരു കോമൺ ഫാക്ടർ ആണ്. When schematically compared to the abstract concept of entropy, we can recognize at least one very important structure feature as common to cybernetics and thermodynamics. അതെ, ഇപ്പൊ മാൻ ആൻഡ് മെഷീൻ എന്ന് പറയുന്ന പോലെ, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിലും അതുപോലെ ഒരു കണക്ഷൻ കാണുമായിരിക്കും. ഹീറ്റ് ആൻഡ് മാറ്റർ അങ്ങനെ ഏതാണ്ട് കാണും. അപ്പോൾ അതുപോലെ തന്നെ ബിസൈഡ്സ് അതർ ദാറ്റ് ക്യാൻ ബി ഗ്രേഡ്, അതേപോലെയുള്ള ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്സ് ഉണ്ട്. അതിന് റൈറ്റ് ആയിട്ട് നമുക്ക് ഈ ലോജിക്കൽ പാരാമീറ്ററും കാണും. ഹ്യൂമൻ ഇന്റലക്ഷൻ ഒന്ന്, ലോജിക്കൽ പാരാമീറ്റർ കുറച്ചുകൂടെ സുപ്പീരിയർ ആയിരിക്കും. അതാണ് അതിനകത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്. ഹ്യൂമൻ ഇന്റലക്ഷൻ വന്നു ചെയ്യുന്ന ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ലോജിക്കൽ പാരാമീറ്റർ. അതെ, അപ്പൊ അത് ഇന്റലിജൻസ് അല്ല, അത് മോർ ദാൻ ദാറ്റ് ആണ്. മോർ ദാൻ ദാറ്റ് ആണ്. കറക്റ്റ്. അതാണ് ആ ലോജിക്കൽ. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ തെർമോഡൈനാമിക്സ് ആയാലും ഈ സെയിം കോൺസെപ്റ്റ് കറക്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ. അപ്പൊ എല്ലാ ലേണിംഗ് ലൈക് ടീച്ചിങ് മെഷീൻസ്, ഈവൻ ദിസ് കമ്പ്യൂട്ടേഴ്സ്, ആഡിങ് മെഷീൻസ്, കാൽക്കുലേറ്റേഴ്സ്, up to more truly electronic gadgets that can guide aeroplanes and process information
there is a great range of variety at present in the world of cybernetics. ഇതെല്ലാത്തിലും ഈ ഒരു തത്വം, ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു what you call that structural relationship between man and machine കാണുന്നതാണ്. ഈ തെർമോഡൈനാമിക്സ് ആയിട്ട് ഇത് കമ്പയർ ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന്? അതിനകത്ത് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പം cybernetics is between man and machine, the relationship. പക്ഷെ തെർമോഡൈനാമിക്സ് അതായിരിക്കത്തില്ല. The flow of heat, thermodynamics, flow of heat from one region to the other, ഏതില് മാറ്ററില്. അപ്പൊ ഒരു വശത്ത് മാറ്റർ ആയിരിക്കും, ഒരു വശത്ത് മറുവശത്ത് എനർജി ഫ്ലോ. അപ്പൊ നമുക്ക് ഒരു വശത്തെന്നല്ല, ഈ ഹോറിസോണ്ടൽ ലൈനിൽ വരുന്ന ഈ രണ്ട് സംഗതികളാണ്. ജസ്റ്റ് ലൈക്ക് മെഷീൻ ആൻഡ് മാൻസ് ഇന്റലക്ട് ആണ് ഹോറിസോണ്ടൽ സൈഡിൽ വരുന്നത്. ഹ്യൂമൻ ഇന്റലക്ഷൻ ഹോറിസോണ്ടൽ ലൈനിൽ വരുന്നത് പോലെ തെർമോഡൈനമിക്സിൽ ഹോറിസോണ്ടൽ ലൈനിൽ വരുന്നത് മാറ്റർ ആൻഡ് എനർജി, എസ്പെഷ്യലി ഹീറ്റ് എനർജി. ഇന്റലിജൻസ് എന്ന് പറയുന്ന വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതാണ്. എന്തോ ഇത് വരുന്നതാണ് ഇന്റലിജൻസ് വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതാണ്. പക്ഷെ ഹ്യൂമൻ ഇന്റലക്ഷൻ എന്ന് പറയുമ്പം അവന്റെ മൈൻഡ് വരുവാണെങ്കിൽ ആ ഇന്റലക്ഷന്റെ ക്വാളിറ്റി നോക്കണം. only if it is very creative it is wonderful, otherwise ആ ലോജിക്കൽ പാരാമീറ്ററിന്റെ കൂടെ യോജിക്കത്തില്ലായിരിക്കും. അതുകൂടെ ഉണ്ട്, അത് ആ ഒരു കാര്യൂടെ നോക്കണം. അതാണ് നഗായിട്ട് ഗോ ഫോർവേഡ് ബാക്ക്വേർഡ് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. അതൊന്നുകൂടെ നോക്കണം. നമുക്ക് ആ മറ്റേ മെക്കാനിക്സോടൊന്ന് നോക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യോടൊന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പോയിന്റിലോട്ട് പിന്നെയും വരാം. തൽക്കാലത്തൊന്ന് തുടങ്ങി വെച്ചാൽ മതി. ബാക്കി നമുക്ക് then one more ഈ പാരഗ്രാഫ് നമുക്ക് വായിച്ചൊന്ന് നോക്കാം. സയൻസ് ഇസ് ബീയിങ് this cybernetics, this science is being subjected to a complexity of elaboration by engineers who are able to enter its possibilities with their inventive genius, thus finding themselves at home in this ever widening field so full of promise. This is not what directly interests us here. What should interest us is what should interest the philosopher rather than the engineer, which is the logical parameter. കണ്ടില്ലേ, ആ വെർട്ടിക്കൽ സോണിലെ ആ ആബ്സല്യൂട്ടിന്റെ അതാണ് നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യേണ്ടത്. കോമൺ ടു സൈബർനെറ്റിക്സ്, തെർമോഡൈനമിക്സ് ആൻഡ് ഓൾസോ which opens the possibilities of a structural integration of different scientific disciplines. I still believe Amma ഈ പറയുന്നത് ആ ലോജിക്കൽ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇതല്ല. ഈ പറയുന്ന implied there runs a vertical correlating principle which can be called a logical parameter. അവിടെ എഴുതുന്നുണ്ടോ? അതാണ് ആ കോറിലേറ്റിംഗ് പ്രിൻസിപ്പിൾ ഉണ്ട്. ഇത് രണ്ടോടി വരുമ്പം, ഇന്റലിജൻസും ഇതോടി വരുമ്പം അമ്മ ഈ പറയുന്നത് ഈ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഇതെന്നാ പറയുന്നത്. പക്ഷെ ഇത് കോറിലേറ്റ് ചെയ്ത് വരണ്ടേ? ഈ കോറിലേറ്റ് ചെയ്ത് വരണമെങ്കിൽ എന്താണ് നമ്മൾ മുൻപേ പറഞ്ഞു, ഈ അതാണ് ഇൻട്രസ്റ്റിംഗ് സ്പേസ്, ഡയലക്റ്റിക് ഈ കോറിലേറ്റിംഗ് ഫീൽഡ്. അതാണ് അദ്ദേഹം പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്പേസ് ഫോർ ഫിലോസഫേഴ്സ്. അത് തന്നെയാണ് ഇവിടെ താഴോട്ട് വരുന്ന ലോജിക്കൽ പാരാമീറ്റർ. അത് തന്നെയാണ് കോമൺ ടു സൈബർനെറ്റിക്സ്. അത് ഇൻട്രസ്റ്റ് ഓഫ് ഫിലോസഫർ rather than the logical parameter common to all these. ഇതെല്ലാത്തിനും ഇറ്റ് ഓപ്പൺസ് അപ്പ് ദ വാസ്റ്റ് പോസിബിലിറ്റീസ്. അപ്പൊ ഇത് പോസിബിലിറ്റിയാണ്. ലോജിക്കൽ പാരാമീറ്റർ ഒരു പോസിബിലിറ്റിയാണ്. മറ്റേതിന്റെ പോലെ പ്രോബബിലിറ്റീസിന്റെ റീജിയനിലല്ല വരുന്നത്. ഇത് പോസിബിലിറ്റിയാണ് ഫോർ ദ സ്ട്രക്ചറൽ ഇന്റഗ്രേഷൻ ഓഫ് എനി ഹോറിസോണ്ടൽ. അപ്പൊ അമ്മ അങ്ങനെ തന്നെ പറഞ്ഞാൽ അത് ആ പോസിബിലിറ്റിയാണ് ലോജിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അതെ, അതാണ് വരുന്നത്. അങ്ങനത്തെ ആ പോസിബിലിറ്റീസിൽ ആദ്യം ഡീൽ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ ആ ബിഫോർ സെക്ഷനും അവിടെ വെച്ച് നിർത്തിയതാണ്.
All this we admit is a bold form of scientific speculation justified only by the reason based both on possibilities and probabilities as we have already explained. ആ ഒരു പോയിന്റിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവര് ഇതിലോട്ട് വരുന്നത്. ഇവിടെ വെച്ച് നമുക്ക് നിർത്തിയിട്ട് പിന്നെ നാളെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നോക്കിയിട്ട് ഈ കാര്യത്തില് ഈ ലോജിക്കൽ പാരാമീറ്റർ ക്യാൻ വി ടേക്ക് ഇറ്റ് ആസ് പോസിബിലിറ്റീസ് എന്ന് നാളെ നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ ഡെസ്കാർട്ടസിന്റെ കാര്യത്തിലോട്ട് പോകാം. അല്ല, നമുക്കത് നോക്കി വെക്കാം. പക്ഷെ നമുക്ക് ആ ഒരു പ്ലെയിന് ഓഫ് ഡിസ്കഷൻ ഇവിടെ ആവശ്യം വരും. എന്തായാലും നമുക്ക് ഇതിന്റെ അത്ര റെലവെന്റ് ആണ് ആ കാര്യം. അതെ വേണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണം, നമുക്ക് വേണം. ചിലപ്പോ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ ഹ്യൂമൻ ഇന്റലക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് അതൊന്നും നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ബേസിക്കലി പറഞ്ഞാൽ ആ ഒരു ഹ്യൂമൻ ഇന്റലിജൻസുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇദ്ദേഹം എന്താണ് ചിന്തിക്കുന്നത്? എന്തായാലും ഒരു റിസീവറിനെ സംബന്ധിച്ചിടത്തോളം അതും കണ്ട് എന്തായാലും ഇതിൻ്റെ അകത്ത് വരും. അത് നമുക്ക് നോക്കാം. അത് ഫുള്ള് ഈ പറയുന്ന ടോപ്പിക് ഒന്ന് വായിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഗ്രാസ് കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ ഇനിയൊക്കെ വരുന്ന മൈൻഡും ബോഡിയും റിലേഷൻഷിപ്പ് ഒക്കെയാണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഐഡിയ കിട്ടുമായിരിക്കും. അപ്പം we humbly bow and surrender surrender ourselves to the all and ever pervading effulgence of the Spirit. Love, bliss. Hari Om.